നിങ്ങൾക്ക് ഉറപ്പായും നടക്കും എന്ന് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് മരണം. നിങ്ങളും മരിക്കും, നിങ്ങളുടെ പേരൻസും മരിക്കും, നിങ്ങൾക്ക് കുട്ടികളുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടികളും ഒരു ദിവസം മരിക്കും, നിങ്ങളുടെ വീട്ടുകാരും നാട്ടുകാരും നിങ്ങൾ കണ്ടിട്ടുള്ള എല്ലാ മനുഷ്യരും ഒരു ദിവസം മരിക്കും. ഇതൊരു സത്യമാണെങ്കിലും നമ്മളിൽ പലർക്കും ഒരു മരണ വീട്ടിൽ പോയാൽ എങ്ങനെ പെരുമാറണം എന്ന് പലർക്കും അറിയില്ല. അപ്പോൾ നിങ്ങളൊരു മരണ വീട്ടിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ കാര്യം എന്താണ്? നിങ്ങളുടെ ഫോൺ സൈലന്റിൽ ഇടുക അല്ലെങ്കിൽ വൈബ്രേഷനിൽ ഇടുക. നിങ്ങളൊരു മരണ വീട്ടിൽ പോകുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പരിചയമുള്ള കുറേ ആളുകളെ കാണും. അപ്പോൾ അവരുടെ കൂടെ എല്ലാം കൂടി ഇരുന്ന് ഒച്ചത്തിൽ ചിരിക്കാതിരിക്കുക, ഒച്ചത്തിൽ സംസാരിക്കാതിരിക്കുക. എന്താ പറയുക, അറ്റ്ലീസ്റ്റ് നിങ്ങൾ സംസാരിക്കണം നിങ്ങൾക്കുണ്ടെങ്കിൽ ജസ്റ്റ് മാറി നിന്ന് സംസാരിക്കുക. ഞാൻ പലപ്പോഴും കാണാറുള്ള ഒരു കാര്യമാണ്, ഈ മരിച്ചടക്കിന് വരുന്ന ആൾക്കാർക്ക് ഓൾറെഡി അറിയാം ഈ മരിച്ച ആൾക്ക് എന്താ പറ്റിയത്, എന്താ സംഭവിച്ചതെന്നൊക്കെ. എങ്കിലും വെറുതെ ആ ദിവസം പിന്നെയും വീട്ടുകാരോട് ചോദിക്കും, ഹോസ്പിറ്റലിൽ എത്ര നാളുണ്ടായിരുന്നു, ഇൻഷുറൻസ് ഉണ്ടായിരുന്നോ, ഇയാൾക്ക് എന്താണ് സംഭവിച്ചത്. സി, ജസ്റ്റ് യൂസ് കോമൺ സെൻസ് ആൻഡ് ജസ്റ്റ് ബി റെസ്പെക്ട്ഫുൾ. നമ്മളൊരു മരണവീട് ചെന്നിട്ട് അവിടെ ഈ ഫിലോസഫിക്കൽ ലെക്ചർ എടുക്കാതിരിക്കുക. ലൈക്ക് സ്ട്രോങ് ആകണം, എല്ലാം ദൈവത്തിന്റെ ഇച്ഛയാണ്, ഓക്കെ, ലൈക്ക് ടൈം എടുത്ത് എല്ലാം ശരിയാകും. നമ്മളൊരു മരിച്ച വീട്ടിൽ ചെല്ലുന്നു, അവിടെ വിഷമിച്ചിരിക്കുന്ന ആൾക്കാരെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ ചെല്ലുന്നു, അതുകൊണ്ട് നമ്മൾ സംസാരിക്കുന്നതായിരിക്കും നമുക്ക് തോന്നുന്നത്. പക്ഷേ നമ്മൾ ഇങ്ങനത്തെ ഡയലോഗ് അവിടെ പോയി അടിച്ചാൽ അത് ആക്ച്വലി അവിടെ ആ മരണപ്പെട്ട് കിടക്കുന്ന ആളുടെ വീട്ടുകാർക്ക് കൂടുതൽ വിഷമമാണ് കൊടുക്കുന്നത്. ജസ്റ്റ് ചെല്ലുക, ഒന്നും പറയാൻ അറിയത്തില്ല, അവിടെ മിണ്ടാതിരിക്കുക, ജസ്റ്റ് അവരുടെ കയ്യിലൊന്ന് പിടിക്കുക, വേറെ ഒന്നും മിണ്ടണ്ട. അങ്ങനത്തെ ഒരു ആക്ഷൻ തന്നെ പല എന്താ പറയുക നൂറുകണക്കിന് ആവശ്യമില്ലാത്ത വാക്കുകളെക്കാളും ആ ഒരു ആക്ഷന് വിലയുണ്ട്. പിന്നെ അടുത്ത കാര്യം, നിങ്ങളൊരു മരിച്ചടക്കിന് പോകുമ്പോൾ ഇച്ചിരി മര്യാദയ്ക്ക് ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകുക. നിങ്ങൾ അവിടെ ഒരു ഫാഷൻ പരേഡിന് ഒന്നല്ല പോകുന്നത്. ഞാൻ പൊതുവെ ഒരു ആരുടെയും ഡ്രസ്സിംഗ് സ്റ്റൈലിന് ഫാഷൻ സ്റ്റൈലിനെ ഞാൻ ഒരു രീതിയിൽ ചോദ്യം ചെയ്യാറില്ല. പക്ഷേ നമ്മളൊരു മരിച്ചടക്കിന് പോവുകയാണെങ്കിൽ അവിടെ നമ്മൾ പാലിക്കേണ്ട ഒരു തരം ഡ്രസ് കോഡ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഡ്രസ് കോഡ് എന്ന് പറഞ്ഞത് കളറും അതൊന്നും അല്ല, വലിയ അധികം ഫാഷനബിൾ അല്ലാത്ത, എന്താ പറയുക, നിങ്ങളെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാത്ത എന്തെങ്കിലും ഒരു നോർമൽ ഡ്രസ് ഇട്ടുകൊണ്ട് പോവുക, അത്രേ ഉള്ളൂ. നിങ്ങളിപ്പം ഒരു മരണ വീട്ടിൽ പോവുകയാണെങ്കിൽ അവിടെ പലതരത്തിലുള്ള ആവശ്യങ്ങളും കാണും, റൈറ്റ്? നിങ്ങൾക്കിപ്പോൾ ഒരു പണിയും ഇല്ലെങ്കിൽ അവിടെ ചെന്ന് ആരുടെയും ചോദിക്കുക, ഇവിടെ എന്തെങ്കിലും ഹെൽപ്പ് വേണോ, ഇവിടെ വരുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ, അത് അറിഞ്ഞ് മനസ്സിലാക്കി ചെയ്യുക. വേറെ കുറച്ച് ടൈപ്പ് ആൾക്കാരുണ്ട് കേട്ടോ. അപ്പം അവർക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആരെങ്കിലും ഈ മരിച്ചടക്കിന് വന്നു കാണും. അപ്പോൾ ഇവർ വന്ന് ഈ മരിച്ചടക്കുന്ന ആളുടെ വീട്ടുകാരോട് പറയും, ആണ്ടെ ആ ആൾ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ആൾ വന്നിട്ടുണ്ട്. സോ വാട്ട്, നമ്മൾ ഇന്ന് അവരെ ചെണ്ടോട്ട് സ്വീകരിക്കണോ? അല്ലെങ്കിൽ ഇവർ വന്നോർത്ത് ഈ മരിച്ചടക്കുന്ന ആൾ എഴുന്നേറ്റ് വരുമോ? അവർ വന്നെങ്കിൽ വന്നു, ഓക്കെ, ഗുഡ്. അവർ വരട്ടെ, കാണട്ടെ, കണ്ടോളൻസസ് പറയട്ടെ, പോകട്ടെ. നമ്മുടെ ഈ ഫാമിലിയിലെ ആൾക്കാർ കൂടുതൽ ടൈം മരണ വീട്ടിൽ സ്പെൻഡ് ചെയ്യാറുണ്ട്. അല്ലാതെ നമ്മൾ ജസ്റ്റ് എന്താ പറയുക, നമ്മുടെ പ്രസൻസ് അറിയിക്കാനാണ് അവിടെ പോകുന്നതെങ്കിൽ ജസ്റ്റ് അവിടെ ചെല്ലുക, വീട്ടുകാരോട് നിങ്ങളുടെ കണ്ടോളൻസസ് പറയുക, എന്നിട്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോവുക. കാരണം നിങ്ങളെ കൊണ്ട് അവിടെ പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല. പിന്നെ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന സംഭവമുണ്ട്, അത് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അനാവശ്യമായ കരച്ചിൽ, അതായത് നിങ്ങൾ ക്ലോസ് ആണെങ്കിൽ, നിങ്ങൾക്ക് വിഷമം വന്നിട്ട് നിങ്ങൾ കരയുന്നെങ്കിൽ ഓക്കെ, നോ പ്രോബ്ലം. അല്ലാതെ അനാവശ്യമായിട്ട് നിങ്ങൾ ഒരു അറ്റൻഷൻ സീക്കിംഗ് മെന്റാലിറ്റിയോടെ അവിടെ കിടന്ന് കരയുന്ന ആളൊക്കെ ആണെങ്കിൽ അല്പത്തരമാണത്. അപ്പോൾ ഇൻ ഷോർട്ട്, നിങ്ങളൊരു മരിച്ച വീട്ടിൽ പോവുകയാണെങ്കിൽ അവിടുത്തെ ആൾക്കാർക്ക് വേണ്ടത് നമ്മുടെ പ്രസൻസ് ആണ്. അല്ലാതെ നമ്മൾ അവരെ ആരെയും പോയി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ട കാര്യമില്ല, നമ്മൾ അവിടെ ആർക്കും പോയി അഡ്വൈസ് കൊടുക്കേണ്ട കാര്യമില്ല. കാരണം മരിക്കേണ്ട ആൾ ഓൾറെഡി മരിച്ചു, ഇനി നമുക്കതൊന്നും റിവേഴ്സ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നമുക്ക് അവിടെ ചെന്നിട്ട് നമുക്ക് പാലിക്കാവുന്ന ചില മാനേഴ്സ് ഉണ്ട്. വേറെ എന്തെങ്കിലും പോയിന്റ് നിങ്ങൾക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് എന്തെങ്കിലും തെറ്റാണെങ്കിൽ എന്നെ കറക്റ്റ് ചെയ്യുക. Cheers.